ഇന്ന് എത്ര ഗോൾ തടുത്തു ഡിഫൻഡർ? പെണ്ണേടാൻ പോയിനെ. ആടന്ന് തിരിച്ചു വരുമ്പോ ചെറുങ്ങനെ ആടെ അനക്ക് നാണല്ലല്ലോടാ. ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ കിട്ടിയിട്ടും പിള്ളേരെ പല സെവൻസും കളിച്ച് നടക്കുന്നു. ആലോയനോർക്ക് ഇഷ്ടായിന്, പക്ഷെ ആ പെൺകുട്ടിക്ക് ഇഷ്ടായില്ല. ഏട്ടാ, നിങ്ങൾ വിഷമിക്കണ്ട. ഈ ജോലിക്ക് പോകാതെ എപ്പോഴും പന്തിൻ്റെ പിന്നാലെ എന്ന് പറഞ്ഞ് ആരോ പാര പണിതതാ. അതിൻ്റെ ബാക്കി അച്ഛൻ്റെ വായിന്ന് കേട്ടത്. എടെ കളി കിടന്നാലും ഞാൻ ആടേണ്ട. എൻ്റെ മനസ്സിൽ കളി മാത്രമേ ഉള്ളൂ. ഈ പോലീസ് പണിയൊക്കെ ഭയങ്കര ബോറാന്നടി. പതുക്കെ അച്ഛൻ കേൾക്കും. അതെ, ഏട്ടന് പെണ്ണെ ഇഷ്ടായോ? നന്നായിനി. ജിലേബി നന്നായിനി. നീ അത് കണ്ടിനാ? ഓരോ കയ്യിലിരിക്കുന്ന ആ വേൾഡ് കപ്പ് ഇല്ലേ, അതൊരു ദിവസം ഞാൻ ഈ എറയത്തോണ്ട് വെക്കും. വേൾഡ് കപ്പ് ഒന്നും വേണ്ട, ആ സന്തോഷ് ട്രോഫി ഇല്ലേ, അതൊന്ന് കിട്ടിക്കണ്ടാ മതി. എന്തൊരു ചൊറയെന്നപ്പാ. ബോളേടെ തുന്നിക്കഴിഞ്ഞാ? നീ നേരെ വെളുക്കുമ്പോ എത്തിയാ? മാമല്ലേ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? തരാടാ, നീ അകത്ത് ചെന്ന് കുറച്ച് ബെള്ളിങ് എടുത്തിട്ട് വാ. സത്യായിട്ടും പോവാണോ? ആടാ കഴിഞ്ഞല്ലേ അത്? ഇപ്പൊ തീരുവാടാ. നിങ്ങൾ എന്നെ കിട്ടേണ്ട പീഡിയൻ്റെ അടന്ന് വിട്. എടാ, ഇന്ന് തലശ്ശേരിക്കാരെ കളിയുണ്ട്. നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കലേക്ക് പോകണം. ഇതെപ്പോ നോക്കിയാൽ ഈ ബൂട്ടും തുന്നിക്കൊണ്ടിരിക്കും. മോളെ, നീ എൻ്റെ പടി നോക്ക്, ഈടെ മജിസ്ട്രേറ്റ് ആവണ്ട കേട്ടോ. സത്യ, ഈ മോര് കുടിച്ചിട്ട് പോകും. എനിക്ക് മോരുമുള്ള ഇഷ്ടമല്ല, നിങ്ങൾക്ക് അറിയില്ല. ഓന് നാരങ്ങ വെള്ളം ഇഷ്ടമെന്ന് നിനക്കറിയില്ലേ? എനക്കറിയില്ലെങ്കിൽ എന്താ, അറിയേണ്ടവർക്ക് അറിയാലോ. ഇന്നലത്തെ കളി ഭയങ്കര കളി നില കിട്ടട്ടെ. എന്ത് കളി? എതിർ ടീമിലെ കളിക്കാരൻ്റെ കാലി ഔട്ടി ഓടിക്കണ കളിയാ ഫുട്ബോള്? ഒരുമാതിരി ഒലക്കമ്മലത്തെ കളിയായിരുന്നു ഇന്നലെ. അത് ശരി. അപ്പോൾ ഓനെ ചെയ്യാൻ പറ്റുമോ? നമ്മളെ കുട്ടികളെ കാലി ഔട്ടി ഓടിച്ച് നമ്മൾ തിരിച്ചടിക്കൂലേ? ആരാന്നപ്പാ കാലൊക്കെ ചവിട്ടി ഓടിച്ച? എന്റെ കാര്യം തന്നെ. ഇന്നലെ നീലീശ്വരൻകാരി ചവിട്ടിയ കാര്യാ പറയുന്നത്. അതെ, ഓനാ ചവിട്ടിയ സമയം ഓർമ്മയുള്ളൂ. പിന്നെ കണ്ണു തുറക്കുന്നത് ഇന്ന് രാവിലെ. എന്നാലും ഓൻ്റെ ചവിട്ടത്തിരി കടുപ്പായിരുന്നപ്പാ. ഫുട്ബോൾ പന്തുകൊണ്ട് തന്നെ കളിക്കണം. കയ്യാങ്കളി ഈ കളീൻ്റെ ചൊറുക്കിന് ചേരൂല. അതിനി ആര് കളിച്ചാലും. നാല് ചായൻ്റെ കാശ്. ഇതെന്താന്നപ്പോ പെട്ടെന്ന് ഇങ്ങനെ? സാറേ, ഇപ്പൊ തന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാനാ പറഞ്ഞേ. സത്യം ഇരിക്കൂ. രാവിലെ തന്നെ വിളിപ്പിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. അടുത്ത മാസമാണ് സന്തോഷ് ട്രോഫി എന്നറിയാലോ? അറിയാം സാർ. ഇപ്പം അറിയുന്ന ട്രോഫി നമുക്ക് കിട്ടിയിട്ടുള്ളൂ അടുത്ത കാലം 19 വർഷം മുമ്പ്. കഴിഞ്ഞ 19 കൊല്ലമായി നമ്മളത് മൈതാനത്തിൻ്റെ കരയിലിരുന്ന് കാണുമായിരുന്നു അല്ലേ? ഫൈനലിലൊക്കെ എത്തുന്നുണ്ട്. ഇത്തവണ കേരളം സന്തോഷ് ട്രോഫിയിൽ മുത്തമിടുന്ന ഒരു പടം പത്രത്തിൽ കാണാൻ എനിക്കൊരാഗ്രഹം. ശ്രമിക്കാം സാർ.
ശ്രമിക്കാമെന്ന് പറയാൻ താൻ ഇവിടം വരെ വരണ്ടായിരുന്നു. ആ കാര്യങ്ങളിൽ ശക്തമായൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നവരെ മാത്രമേ ജനങ്ങൾ ലീഡർ എന്ന് വിളിക്കൂ. തന്നിൽ നല്ലൊരു നേതാവുണ്ടെന്ന് എനിക്ക് തോന്നി. താങ്ക് യു സർ, ഐ വിൽ. ഗുഡ്. ഓൾ ദി ബെസ്റ്റ് ക്യാപ്റ്റൻ. ഒരു മാച്ചിൽ മിനിമം 10 കിലോമീറ്റർ ഓടുന്നുണ്ടാവും ഒരു കളിക്കാരൻ. ഈ ഓട്ടത്തിനിടയിൽ മുഴുവൻ ഒരൊറ്റ ചിന്ത അയാൾക്കുണ്ടാവും: ജയം. സ്വന്തം പോസ്റ്റിലേക്ക് ഗോള് വീഴാതെ നോക്കുന്നത് ഗോളിയുടെ മാത്രം ചുമതലയല്ല, അയാൾ അവസാന നീക്കത്തിന്റെ കാവൽക്കാരൻ മാത്രമാണ്. സ്വന്തം ഗോൾ വല ചലിക്കാതെ നോക്കേണ്ടത് കൂടെ കളിക്കുന്ന ഓരോ പ്ലെയറിന്റെയും ചുമതലയാണ്. ആത്മവിശ്വാസം മാത്രമേ നമുക്കുള്ളൂ, അത് തന്നെയാണ് നമ്മുടെ കരുത്തം. ഒരു കളിക്കാരൻ ഓടുന്നത് വെറുമൊരു പന്തിന്റെ പുറകെ മാത്രമല്ല, ഒരു ജനതയുടെ മുഴുവൻ സ്വപ്നത്തിന്റെ പുറകെയാണ്. അത് ഓർമ്മ വേണം. ഇത്തവണ നിങ്ങൾ ചെറുപ്പക്കാർ മാത്രമുള്ള ഒരു ടീം വേണമെന്ന് വാശി പിടിച്ചത് ഞാനാ. പക്ഷെ നിങ്ങൾ ഈ കളിയിൽ ജയിക്കുമ്പോൾ ജയിക്കുന്നത് എന്റെ വാശിയല്ല, നിങ്ങളുടെയൊക്കെ കരുത്ത. പിന്നെ നിങ്ങളെയൊക്കെ തേടി പിടിച്ച ശ്രീധരൻ കോച്ചിന്റെ വിജയവും. 83-ലെ നാഷണൽ മീറ്റിൽ അഴിഞ്ഞുപോയ ബൂട്ടാണ് നമ്മുടേത്. ഇത്തവണ നാണം കെട്ട തോൽവിക്ക് നമ്മൾ പകരം ചോദിക്കണം. ഇല്ലെങ്കിൽ കേരള പോലീസില് മിടുക്കന്മാരില്ലാന്ന് ഇന്ത്യ മുഴുവൻ അങ്ങ് ധരിച്ചു കളയും. ഗോവയാണ് ഇത്തവണ നമ്മുടെ എതിരാളികൾ, കരുതിയിരിക്കണം. നമ്മുടെ ഓരോ നീക്കങ്ങളും അറിയാവുന്നവര് ഇത്തവണ ടീമിലുണ്ട്. റെഡി ബോയ്സ്? എല്ലാരും വിളിക്കാന്ന് അച്ഛൻ പറഞ്ഞേ. ഞാൻ വീട്ടിൽ പോയി രാവിലെ തന്നെ ഇറങ്ങിയല്ലേ? കോയമ്പത്തൂർക്കല്ലേ? കയറി, ഞാൻ ടൗണിലൂടെ. വേണ്ട, ഇന്നലെ എൻഗേജ്മെന്റ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇന്ന് വണ്ടിയിലേക്ക് കയറാം. വീട്ടുകാരല്ലേ നിശ്ചയിച്ചിട്ടുള്ളൂ. എന്താ താനല്ലേ മുതലോട്ട്? അത് വീട്ടുകാർ നിർബന്ധിച്ച് പെട്ടുന്നേ ഉള്ളൂ. അപ്പോൾ അനക്ക് പിടിച്ചില്ലേ? അതും നീ നടുറോട്ടിൽ വെച്ച് പറയേണ്ട കാര്യമല്ലല്ലോ. ഈ ബിടെക് എന്ന് പറയുന്നത് ഇത്ര ചാടക്കുള്ളതൊന്നുമില്ല. അത് ശരിയാ, പന്ത് പെറുക്കി നടക്കുന്നതിൻ്റെ അത്രയും വരില്ല. വെറുതെ പന്ത് പെറുക്കി നടക്കുന്നതല്ല, ഞാൻ ഇന്ത്യൻ ടീമിൻ്റെ പ്ലെയറാണ്. എനിക്കറിയുന്ന ഇന്ത്യൻ ടീം ദേ അവരാ. ഭാവിയിൽ ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ്റെ ഭാര്യ ആവണ്ടാണ്. ഈ കളി മാത്രം കണ്ടാൽ പോരാ. ഈ മോതിരം ഞാൻ ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഊരി തരണോ അതോ വീട്ടിലേക്ക് കൊടുത്തു വിടണോ? എന്തെന്നാ? ഏയ് ഒന്നുമില്ല.